ഈ കായ ഇപ്പൊ ഈ ചെടിയാ ഓരോന്ന് ചെയ്ത് പല കളറിൽ വന്നേക്കുന്നത്. ഇതിന്റെ കറുത്ത കാ തിന്നുന്നതാ പഴുത്ത് കഴിയുമ്പോ. ഇതോട് പഴുത്ത കാ അതിനാണോ ഞങ്ങൾ ഒത്തിരി തിന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ അതോട് തിന്നു. അവിടെ നിൽക്കേ. അപ്പം ഞങ്ങൾ ഒരു സംഭവം കാണാൻ പോവുകയാണ്. എല്ലാവരും കാണിക്കാം. എന്തുമായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഗസ്. നല്ല സ്ഥലം. പണ്ടത്തെ ഒരു അല്ല ഇതിന്ന് ഈച്ചയെ പിടിച്ചിട്ട് തീപ്പെട്ടിക്കതിടും. 4 മണിക്ക് ഞങ്ങൾ വരുമ്പം ഇങ്ങനെ പൂവെല്ലാം വിടർന്നിട്ട് അടഞ്ഞിരിക്കുക. അപ്പൊ അതിനകത്ത് ഈച്ച കാണും. അതെ അതെ. എന്നിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പണ്ട്. ഇപ്പം വലിയ മാറ്റമൊന്നും ഇല്ല. അയ്യോ ചീറ്റിപ്പോയോ? അന്ന് ആരണ്ടൊക്കെ പറിച്ചോണ്ട് പോയെന്നാ പറഞ്ഞു. എടാ കുറവാണല്ലോ. അയ്യോ ആരണ്ട് പറിച്ചോണ്ട് പോയ. ഞങ്ങള് വലിയൊരു സംഭവത്തിന് വന്ന ഇവിടെ ഇല്ല സാധനം. ഇത് ആഫ്രിക്കൻ പയൽ. ഞങ്ങൾ ആമ്പല് കാണാൻ വന്ന കേട്ടോ. ആമ്പല്. എന്നിട്ട് എന്തുവാടാ അവസ്ഥ എന്താണ്? എല്ലാരും പറിച്ചോണ്ട് പോയി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അല്ലേ കൂടെ ഒക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ ഞങ്ങളടക്കം പാറയൊക്കെ ഉള്ളു. ഞങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല. കാണിച്ചല്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടേ. പൊന്നെ വീടല്ലേ ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ കണ്ടോ. പക്ഷെ ഇന്നാള് ഞാൻ വന്നെടുത്തപ്പം കുറേ ഉണ്ടായിരുന്നു. ഇന്നാള് കുറേ ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതാണ് ഇതൊക്കെ വിടരാനുള്ള. അവര് പറിച്ചോണ്ട് പോയെന്നാ അമ്മാവി പറയുന്നത്. നീ അറിഞ്ഞ് ഞങ്ങളെ മലത്തരുത്. അങ്ങനെ തൊടാണ്ട് ഇങ്ങനെ മാറും. അത് സ്ലോപ്പിൽ എറിയണം. അതും പരന്ന കല്ല് വേണം. എല്ലാ കല്ലും പോത്തില്ല. ദാണ്ട് ഈ കല്ല് പരന്ന കല്ലെടുക്കണം. എന്നിട്ടാണ്ട് ഈ ഒരു ചരിവ് കിട്ടണം. തീപ്പെട്ടിയും കൂടെ വേണം. എന്നാലേ ഈച്ചേനെ തൊണ്ടോന്നറിയില്ല. ഈച്ച പക്ഷേ ഈ ചൂടോട് കയറും. ഈവനിങ് സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് ഈച്ച കയറുന്നത്. ഇങ്ങനെ അടഞ്ഞ പോകുന്ന. ആ അതെ അതെ. ഈ പൂ ഇതില്ല. ഇതിൻ്റെ അകത്തില്ല. പക്ഷെ ചെവിക്കകത്ത് ഇങ്ങനെ ഞങ്ങൾ വെക്കുമായിരുന്നു. ഇല്ല. ഇങ്ങനെ കാണിച്ച്
4 മണിക്ക് വരുമ്പോഴേ ഈ അനിഷ്ടകത്തിൻ്റെ പൂവ് പറിച്ചിട്ടിങ്ങനെ ചെവിക്കകത്ത് വെക്കും. ഈച്ചയുണ്ടെങ്കിൽ നമ്മുടെ റേഡിയാന്ന് പറഞ്ഞ് തീപ്പെട്ടിക്കകത്തിൽ കയറ്റി വെക്കും. നോസ്റ്റു പേനെ കൊല്ലുന്ന ആ പേനെ കൊല്ലുന്നുണ്ട്. ഇത് കൊല്ലാന്ന് പറഞ്ഞോണ്ട് ഇത് പേൻ്റെ കൊല്ലുന്ന ഇല്ല. ഇതിനെ പൂ പിടിച്ച് ഞെരിടുമ്പോൾ പേനെ കൊല്ലുന്ന സൗണ്ട് വരും. ഈ രീതി കണ്ടന്റ് ക്രിയേറ്റർ ഒടിഞ്ഞു വീഴല് ഗൈസ്, ഒടിഞ്ഞു വീഴരുത്. അത് പാല യക്ഷിയൊക്കെ ജീവിക്കുന്ന പാല. വേണ്ട ഇങ്ങോട്ട് വാ. നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലം. ഉച്ച സമയമാണ് ഇപ്പം പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്ന സമയം. എടാ അവിടെ നിൽക്കുക. നല്ല സ്ഥലം. നമ്മുടെ തേക്കുതോട് പോലെ തന്നെ ഇല്ലേ, നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴി പോലെ തന്നെ. അപ്പം ഇനി തേക്കോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് റീലൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങൾ. പാറ കണ്ടോ. എന്നെ കൂടെ കൊണ്ടുപോകും. അവിടെയൊക്കെ താമസക്കാരൊക്കെ ഉള്ള പെണ്ണെ കല്ല് പെറുക്കരുത്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കായ ഉണ്ടല്ലോ. ആണ്ട് ഇത് ഇല്ലടാ, ഇത് പറിച്ച് തിന്നും. അത് തിന്ന നല്ല. അത് കാണിച്ച കറുത്ത കായുടെ കറുത്ത കാ. ഈ പൂവാണ്. അത് തിന്നാൻ കൊള്ളാം. തീർന്നേ തിന്ന. ഇല്ല ഞങ്ങൾ ഇല്ലില്ല, ഞാൻ തിന്നാങ്കിതാ. അതിന് വേറെ കായില്ല. നല്ല മധുര. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇത് പറിച്ച് ഇൻവൽ. ഞങ്ങൾ കാട്ടിക്കൂടായിരുന്നു പോണേ. ഞങ്ങൾ ചുണ്ണാമ്പ് വള്ളിയിലാടും. അടിപൊളിയായിരുന്നു. അങ്ങനെ നോസ്റ്റു ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴി പോലൊക്കെ ഇരിക്കുന്നു. പടലും അടിപൊളി അടിപൊളി അടിപൊളി. ദേ കുറേ കായ കിട്ടി. ഏത് കായാന്ന് കാണിച്ചേടി, മനസ്സിലായോ? ഈ പൂവിൻ്റെ ഓറഞ്ച്. അതെ അതെ, ഈ പൂവിൻ്റെ പല കളറാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ വെള്ളം ഒഴിച്ച് നട്ട് കാട്ടി നിൽക്കുന്ന സാധനം. പക്ഷെ അതിനകത്തുണ്ടാകുന്ന കായൊന്നും എടുത്ത് തിന്നലെന്ന് പറ. അല്ല അതെടുത്ത് അതിനകത്ത് കായ എടുത്ത്. നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലം. ഞങ്ങൾ ഒരിടം വരെ വന്ന സൺഡേ. അപ്പം നല്ല സ്ഥലം. അതിന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നു. ഞാൻ നേരത്തെ വന്നപ്പോൾ കണ്ട കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്.